സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും കുത്തക മണ്ഡലങ്ങളായിരുന്നു അമേഠിയും റായ്ബറേലിയും. ഇപ്പോഴിതാ മത്സരിക്കാൻ ആളെ കിട്ടാതെ വലയുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുമായിരുന്നു മത്സരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ ഉണ്ടായ കനത്ത തോൽവിയോടെ ഈ രണ്ട് മണ്ഡലങ്ങളെയും ഗാന്ധി കുടുംബം ഉപേക്ഷിച്ച മട്ടിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുമായിരുന്നു സോണിയാഗാന്ധി പാർലമെന്റിലെത്തിയത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ലഭിച്ച ഒരേ സീറ്റ് ഇതായിരുന്നു. എന്നാൽ ഇത്തവണ റായ്ബറേലിയിൽ നിന്നും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ കടുത്ത ആശങ്ക ഉണ്ടായതിനെ തുടർന്ന് സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് ഒഴിവാക്കി നേരെ രാജ്യസഭയിലേക്ക് മത്സരിക്കുകയായിരുന്നു. അമേഠിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം സ്വന്തമാക്കിയ സ്മൃതി ഇറാനി തന്നെ ഇത്തവണയും മത്സരത്തിനെത്തിയതിനാൽ രാഹുൽ ഗാന്ധി ഇത്തവണ അമേഠിയിൽ മത്സരത്തിനില്ല എന്നാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റ് സ്ഥാനാർത്ഥികളും ഈ രണ്ട് മണ്ഡലങ്ങളോട് വലിയ പ്രതിബദ്ധതയില്ല. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും അമേഠിയിലും റായ്ബറേലിയിലും ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ചർച്ചകൾ നടക്കുന്നതായും ഏപ്രിൽ പകുതിയോടെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്നാൽ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം വൈകുന്നതിൽ കോൺഗ്രസിനെതിരെ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. കോൺഗ്രസിന് അമേഠിയിൽ മത്സരിക്കുന്നതിന് ഭയമാണെന്നും ആദ്യമായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്രയും വൈകുന്നതെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോഴും രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു നൽകില്ലായിരുന്നു എന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ടൈംസ് നൗ ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു സ്മൃതിയുടെ ഈ പ്രസ്താവന. ചരിത്രത്തിൽ ആദ്യമായി അമേഠിയിൽ കോൺഗ്രസ് തോൽക്കുന്നത് 2019-ലാണ്. അന്ന് വിജയം നേടുന്നതിനായി മണ്ഡലത്തിൽ പ്രിയങ്കയും രാഹുലും സജീവമായി പ്രചരണ രംഗത്തുമുണ്ടായിരുന്നു. എന്നാൽ വിപരീത ഫലമാണ് അവർക്ക് ലഭിച്ചത്. ഭാരത് ജോഡോ യാത്രയുമായി അടുത്തിടെ രാഹുൽ അമേഠിയിൽ എത്തിയിരുന്നു. പക്ഷേ ജനങ്ങൾ അത് ശ്രദ്ധിച്ചതുപോലുമില്ല. രാഹുൽ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നത് അധികാരത്തിൽ നിന്നും കോൺഗ്രസ് വീണു എന്നതിന് സൂചനയാണെന്നും സ്മൃതി ഇറാനി പരിഹസിച്ചു. എന്തായാലും രാഹുലും പ്രിയങ്കയും നിൽക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് രാഹുൽ സേഫ് ആകാൻ വയനാട് തിരഞ്ഞെടുത്തതും. വേറെ എവിടെ നിന്ന് മത്സരിച്ചാലും ജയിക്കില്ല എന്ന് രാഹുലിന് ഉറപ്പുണ്ട്. സ്മൃതി പരിഹാസ രൂപേണയാണ് പറഞ്ഞതെങ്കിലും അത് സത്യമാണെന്ന് ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇങ്ങനെ ഭയന്നാൽ എങ്ങനെ പാർട്ടി മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം കോൺഗ്രസ് എന്ന പാർട്ടി നിലനിൽക്കുമോ അതോ നാമാവശേഷമാകുമോ എന്ന്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.